ഇന്നത്തെ ഖനനം മുൻ നാവികസേനാ ഉദ്യോഗസ്ഥരുടെ മോചന വിഷയത്തെ സംബന്ധിച്ചാണ്. ലോകത്തിൻ്റെ വിവിധ ജയിലുകളിൽ നമ്മുടെ പൗരന്മാർ അനുഭവിച്ച് വന്നിരുന്ന യാതനകളിൽ നിന്നും വ്യത്യസ്തമായി ഗവൺമെൻറ്റിൻ്റെ ശക്തമായ ഇടപെടൽ കാരണം നാം തിരിച്ചു പിടിച്ചത് ഭാരതത്തിൻ്റെ വിലപ്പെട്ട 8 ജീവനുകളാണ്. തങ്ങളുടെ തീരുമാനങ്ങളെ അതിശക്തമായി പിന്തുടരുന്ന ഖത്തർ പോലുള്ള രാജ്യം കൈക്കൊണ്ട ശിക്ഷാവിധിയെ ചോദ്യം ചെയ്യാനും അവരെ പിന്തിരിപ്പിക്കാനും സാധിച്ചത് ഒരു വലിയ വിജയം തന്നെയാണ്. വധശിക്ഷയ്ക്കുമേൽ ഇന്ത്യൻ നയതന്ത്ര വിജയം എന്ന വിഷയമാണ് എക്സ്പ്ലോറർ ഇന്ന് ഖനനത്തിന് വിധേയമാക്കുന്നത്. ദ എക്സ്പ്ലോററിലേക്ക് ഏവർക്കും സ്വാഗതം. ദോഹ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന അൽ ദഹ്റ ഗ്ലോബൽ ടെക്നോളജീസിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇന്ത്യൻ നേവിയുടെ മുൻ സൈനിക ഉദ്യോഗസ്ഥരായ കമാൻഡർ പൂർണേന്ദു തിവാരി, കമാൻഡർ സുഗുണാകർ പഗല, കമാൻഡർ അമിത് നാഗ്പാൽ, കമാൻഡർ സഞ്ജീവ് ഗുപ്ത, ക്യാപ്റ്റൻ നവദേത് സിംഗ് ഗിൽ, ക്യാപ്റ്റൻ ബീരേന്ദ്രകുമാർ വർമ്മ, ക്യാപ്റ്റൻ സൗരഭ് വസിഷ്ഠ്, നാവികൻ രാകേഷ് ഗോപകുമാർ എന്നിവർ. ഖത്തറിന്റെ സായുധ സേനയ്ക്കും സുരക്ഷാ ഏജൻസികൾക്കും പരിശീലനവും മറ്റു സേവനങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നത് അൽ ദഹ്റ ഗ്ലോബൽ ടെക്നോളജിയാണ്. എന്നാൽ 2022 ഓഗസ്റ്റ് 8 ഇറ്റാലിയൻ കമ്പനിയായ ഫിൻസാൻഡിയറി ഖത്തറിന്റെ നാവികസേനയ്ക്കായി നിർമ്മിച്ച അന്തർവാഹിനിയുടെ വിവരങ്ങൾ ഇസ്രായേലിന് ചോർത്തിക്കൊടുത്തു എന്ന് ആരോപിച്ച് മേൽപ്പറഞ്ഞ ഉദ്യോഗസ്ഥരെ ഖത്തറിലെ രഹസ്യാന്വേഷണ വിഭാഗമായ സ്റ്റേറ്റ് സെക്യൂരിറ്റി ബ്യൂറോ കസ്റ്റഡിയിലെടുത്തു. ഇന്ത്യൻ നാവികസേനയിൽ വിവിധ നിർണായക ചുമതലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരായിരുന്നു ഇവർ. രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ ലഭിച്ച വ്യക്തിയാണ് ക്യാപ്റ്റൻ നവദേത് ഗിൽ. അറസ്റ്റ് ചെയ്ത് 8 മാസങ്ങൾക്ക് ശേഷം മാർച്ച് 25 ഇവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയത്. മാർച്ച് 29 വിചാരണ ആരംഭിച്ചു. ഒക്ടോബർ 29 ഇവർക്കെതിരെ വധശിക്ഷ പ്രഖ്യാപിക്കുകയായിരുന്നു. ശേഷം ഇവരെ തിരികെ എത്തിക്കും എന്ന് കേന്ദ്രം ഉറപ്പു നൽകി. പിന്നീട് അതിശക്തമായ നിയമ പോരാട്ടങ്ങളുടെ ദിനമായിരുന്നു. നവംബർ 9 വധശിക്ഷയ്ക്കെതിരെ ഇന്ത്യ ഖത്തറിലെ അപ്പീൽ കോടതിയെ സമീപിച്ചു. ഇതോടൊപ്പം അതിശക്തമായ നയതന്ത്ര ഇടപെടലുകളും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഡിസംബർ 1 നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ ഥാനിയും തമ്മിൽ കൂടിക്കാഴ്ചയ്ക്കിടയിൽ ഇവരെ വിട്ടു നൽകുന്നതിനായി പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ആവശ്യപ്പെട്ടു. തുടർന്ന് ഡിസംബർ 28 ഇവരുടെ വധശിക്ഷ കോടതി റദ്ദു ചെയ്തു. ശേഷം 8 പേർക്കും 3 മുതൽ 25 വർഷം വരെ തടവ് കോടതി വിധിച്ചു. എന്നാൽ ഇന്നലെ ഇവരെ കോടതി തന്നെ സ്വതന്ത്രമാക്കാൻ ഉത്തരവിടുകയായിരുന്നു. ഭാരത പൗരന്മാർക്ക് മോചനം. ഗൾഫിലും ലോകത്തിന്റെ ഇതര പ്രദേശങ്ങളിലും നമ്മുടെ പൗരന്മാർ ആക്രമിക്കപ്പെടുന്നത് ഇന്ന് ഭൂതകാലമായി മാറിക്കഴിഞ്ഞു. സൗരഖാല്യമാർ ഇനി ഉണ്ടാക്കില്ല. വർത്തമാനകാലത്തും ഭാവിയിലും ഭാരതത്തിന്റെ പൗരന്മാരെ തൊടാൻ ലോകത്തിലെ ഏത് രാജ്യവും ഒന്നും മടിക്കും. കാരണം അവർ വരുന്നത് ഭാരതത്തിൽ നിന്നാണ്. ഭാരതത്തിന്റെ കഴിവുറ്റ ഭരണ നേതൃത്വമുള്ള നാട്ടിൽ നിന്നാണ്. ഭാരത പൗരന്റെ രക്തത്തിന്റെ വില അറിയുന്നവരാണ് നാട് ഭരിക്കുന്നത്. അവരുടെ രക്തം തങ്ങൾക്ക് വേണ്ടി എന്ന വൈദേശിക ചിന്ത ഉള്ളവരല്ല നാട് ഭരിക്കുന്നത്. നമ്മുടെ സൈന്യം എന്നത് ഓരോ വാക്കിലും അഭിമാനം കൊള്ളുന്നവരാണ് നാടിനെ മുന്നോട്ട് ചലിപ്പിക്കുന്നത്. ഭരണം പണത്തിനു വേണ്ടിയുള്ളതല്ല, പണത്തിനു വേണ്ടിയുള്ള തൊഴിലല്ല മോദി സർക്കാരിന്.